ഹലോ, സെയിൽ വീഡിയോ ആണ്, അതുപോലെ തന്നെ അപ്ഡേഷൻ വീഡിയോ ആണ്. അപ്പോൾ അപ്ഡേഷൻ്റെ കാര്യങ്ങളെല്ലാം അപ്ഡേഷൻ എന്താണെന്നുള്ളത് ആദ്യം ഞാൻ പറയാം. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ പാക്ക് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളാണ്. അത് എൻ്റെ വീട്ടിലുണ്ടായ ഒരു ഇൻസിഡൻറ്റ് കൊണ്ട് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റ്സ് എന്താണെന്നുള്ളത് ഗാർഡൻ അപ്ഡേറ്റ്സ് എന്ന് പറഞ്ഞൊരു ഹെഡിങ്ങിൽ മെയിനായിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് നോക്കാം കേട്ടോ. ഇനി അതിന് ശേഷമുള്ള നമ്മുടെ പാക്കിങ്ങിൻ്റെ കാര്യമാണ് ഞാനിതിൽ പറയുന്നത്. ഇപ്പോൾ ഞാൻ എങ്ങനെയാണ് പാക്ക് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ 1.5 വെച്ചിട്ടാണ്, അതായത് ഒരു ദിവസം ഇടവിട്ടാണ് പാക്ക് ചെയ്യുന്നത്. അതും നമുക്ക് ഈവനിങ് പാക്കിങ് മാത്രമേ ഉള്ളൂ. കാരണം ഇപ്പോൾ ഞാൻ ഹോസ്പിറ്റലൊക്കെ ഇതുകൊണ്ടാണ് എന്ന് നിങ്ങൾക്കറിയാം. ഹോസ്പിറ്റലിൽ നിന്ന് വന്ന് കഴിയുമ്പോഴത്തേക്കും എനിക്ക് കുറച്ച് കാര്യങ്ങൾ നമുക്ക് പേഴ്സണലായിട്ട് നമ്മുടെ വീട്ടിൽ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. കാരണം നിങ്ങൾക്കറിയാം, വീട്ടിൽ ആരുമില്ല. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് വൈകുന്നേര സമയത്താണ് പാക്ക് ചെയ്ത് അയക്കുന്നത്. പിന്നെ പിറ്റേ ദിവസം എനിക്ക് ഹോസ്പിറ്റലിലോട്ട് തന്നെ പോകേണ്ടി വരും. അപ്പോൾ അന്നത്തെ ദിവസം പാക്കിംഗ് ഇല്ല. പിന്നെ അടുത്ത ദിവസം ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ട് പാക്ക് ചെയ്യുന്നു. ഇങ്ങനെയാണ് നമ്മുടെ പാക്കിംഗ് ഇപ്പോൾ നടക്കുന്നത്. ഇന്നലെ നമുക്ക് പാക്കിംഗ് ഉണ്ടായിരുന്നു. ഏകദേശം 50 പേർക്ക് അയക്കാൻ പറ്റുള്ളൂ. ഈവനിങ് പാക്കിങ്ങിൽ അത്ര അയക്കാൻ പറ്റുള്ളൂ. നമുക്ക് പ്ലാൻസ് അയക്കാനുള്ളതിൻ്റെ കാൽ ഭാഗം പോലും ആയിട്ടില്ല ഈ 50 പേർക്ക് അയക്കുമ്പോൾ ശരിക്കും. പക്ഷെ എങ്കിലും നമുക്ക് അങ്ങനെ പാക്ക് ചെയ്യാനായിട്ട് ഇപ്പോൾ പറ്റുകയുള്ളൂ. അത്രയും ദൂരം യാത്ര ചെയ്തൊക്കെ കഴിഞ്ഞ് വരുന്നതാണ്. ഞാനും കുറച്ച് ഹെൽത്ത് ഇഷ്യൂ ഒക്കെ ഉള്ള ഒരാളാണ്. സത്യം പറഞ്ഞാൽ നമുക്ക് പാക്ക് ചെയ്യാനായിട്ട് ശരിക്കും ടയേർഡാണ്. നല്ല രീതിയിൽ ഉറക്കം കിട്ടുന്നില്ല. അങ്ങനെ കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്. എങ്കിൽ പോലും കുറച്ചെങ്കിലും അയച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഒരു അത്രയും പേർക്കെങ്കിലും അയച്ചു എന്നായല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഇനിയിപ്പോൾ വ്യാഴാഴ്ച നമുക്ക് കൊറിയറുണ്ട്, ബുധനില്ല, വ്യാഴം കൊറിയറുണ്ട്. അപ്പോൾ വ്യാഴം കുറച്ച് അധികം പാക്ക് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം അതാണ് നമ്മുടെ ഗാർഡൻ അപ്ഡേറ്റ്സ്. അപ്പോൾ ഈ പ്ലാന്റ് കിട്ടാത്തവർ, ചെറിയൊരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടല്ല ഞാൻ പ്ലാന്റ്സ് അയക്കാത്ത, അത്രയും വലിയൊരു ഇതാണ് എനിക്ക് എൻ്റെ വീട്ടിൽ അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ചുറ്റിപ്പറ്റിയുള്ളവർക്ക് സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ കൊണ്ടാണ്. പക്ഷേ സെയിൽ ചെയ്യാതിരിക്കാനും നിവർത്തിയില്ല. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയായതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ മുന്നോട്ട് പോകുന്നത് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഈ ഗാർഡൻ അപ്ഡേറ്റ്സ് ഒന്നും ആരും നോക്കുന്നില്ല. പ്ലാന്റ്സ് ഓർഡർ ചെയ്യുന്നവർ ദയവായി ശ്രദ്ധിക്കുക. നമ്മൾ കോമൺ ആയിട്ട് യൂട്യൂബിലാണ് അപ്ഡേറ്റ്സും കാര്യങ്ങളും കൊടുക്കുന്നത്. അതെല്ലാം കാണാൻ ഓക്കെയാണ്. അപ്ഡേറ്റ്സ് അറിയാനായിട്ട് നിങ്ങൾ ഈ വാട്സപ്പിൽ അപ്ഡേറ്റ്സ് ചോദിക്കുന്നുണ്ടല്ലോ, ഇത് തന്നെയാണ് ഈ യൂട്യൂബിലും കൊടുത്തേക്കുന്നത്. ഞാൻ എത്ര പേർക്കിരുന്ന് വോയിസ് അയക്കും ഈ വാട്സപ്പിൽ. ഇപ്പോൾ ഒരു കോമൺ അപ്ഡേറ്റ്സ് ആണെങ്കിൽ എനിക്കൊരു ഇത്ര ആളുകൾക്ക് ഇരുന്ന് ഇങ്ങനെ പറയാൻ പറ്റുമോ, വിശദീകരിച്ച് അതിനെപ്പറ്റി പറയണമെങ്കിൽ എനിക്ക് വീഡിയോ തന്നെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ശബ്ദം കേട്ടാൽ തന്നെ അറിയാം, ഞാൻ അത്രയും ടയേർഡുമാണ്. എനിക്ക് ഒരു ഉറക്കം പോലും ഇല്ലാത്ത അവസ്ഥയാണിപ്പോൾ. അത് എൻ്റെ ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങൾ തന്നെയാണെങ്കിലും നിങ്ങൾ അറിയണമല്ലോ, അതുകൊണ്ടാണ് ഇങ്ങനെ ഡിലേ ആവുന്നത്. എത്രയോ പേർക്ക് അപ്ഡേറ്റ്സ് ഇട്ടിട്ട് ഞാനിരുന്ന് മെസ്സേജ് അയക്കുന്നുണ്ടെന്ന് അറിയോ. അത്രയും ബുദ്ധിമുട്ടാണ്. രാത്രി നല്ല നൈറ്റൊക്കെയാണ് ഞാൻ ഈ മെസ്സേജുകളൊന്ന് കാണുന്നത് തന്നെ കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ സെയിൽ വീഡിയോയിലോട്ടോ, ഇത്രയാണ് നമ്മുടെ അപ്ഡേറ്റ്സ്. ഇനി നമുക്ക് സെയിൽ വീഡിയോയിലോട്ട് പോകാം. നിങ്ങൾ കൂടുതലായിട്ടും ഇപ്പോൾ നമ്മുടെ ചാനലിൽ കണ്ടുകൊണ്ടിരിക്കുന്ന പർപ്പിൾ റോസ് ആണല്ലേ. പർപ്പിൾ റോസ് നമുക്ക് അത്രയും നന്നായിട്ട് സെയിലാവുന്നുണ്ട് കേട്ടോ. കാരണം ഒരു നല്ല ഫ്രാഗ്രൻസ് ഉള്ള, എപ്പോഴും ഈ പനിനീർ റോസ് അല്ലാണ്ട് നല്ല ഫ്രാഗ്രൻസ് ഉള്ള ഒരു വെറൈറ്റി കളർ അന്വേഷിച്ച് നടക്കുന്ന നമ്മുടെ കസ്റ്റമേഴ്സിന് കിട്ടിയ ഒരു നിധിയാണെന്ന് തന്നെ പറയാം പർപ്പിൾ റോസ്. അത്രയും ഫ്രാഗ്രൻസ് ഉള്ളൊരു ക്ലൈമ്പിംഗ് റോസാണ്. ഈ ക്ലൈമ്പിംഗ് റോസ് എന്ന് പറയുമ്പോൾ ചിലർ സ്ഥലമില്ല, അപ്പോൾ ഇത് വാങ്ങാൻ പറ്റില്ലെന്നൊക്കെ പറയുന്നുണ്ട്. ഏത് റോസ് വാങ്ങിയാലും നമ്മൾ ഇത് കൈ കിട്ടിയാൽ തന്നെ ഒരു പ്രൂണിങ് അവിടെ നടത്തുന്നുണ്ട്, പ്ലാന്റ് സൈസ് കുറയുന്നുണ്ട്. പിന്നെ ഈ പ്ലാന്റൊക്കെ വലുതായി വരുമ്പോൾ എന്തായാലും പ്രൂൺ ചെയ്യണം. വളർത്തി വിടണമോ കട്ട് ചെയ്ത് നിർത്തണോ ഇതെല്ലാം നമ്മുടെ ഇഷ്ടമാണ്. അപ്പം നിങ്ങൾക്ക് ഈ റോസ് ഇങ്ങനത്തെ റോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇത്ര ഉയരത്തിലോട്ട് വിട്ടാൽ മതി. ഇല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് കട്ട് ചെയ്ത് നിർത്താൻ പറ്റുന്ന റോസ് തന്നെയാണ് കേട്ടോ. അപ്പം അങ്ങനെ സ്ഥലം ഇല്ലെന്നുള്ള വിചാരിച്ചിട്ട് ഈ റോസ് വളർത്തുന്നതിൽ പ്രശ്നമൊന്നുമില്ല. എന്തായാലും ഇവർ കട്ട് ചെയ്ത് കഴിഞ്ഞ് പിന്നെ വരുന്ന തളിരിൽ ഒരു ഫ്ലവർ, അങ്ങനെയാണ് ഇവർക്ക് പൂവുണ്ടാകുന്നത് കേട്ടോ. കണ്ടോ, നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം. അപ്പോൾ നമുക്കിനി സെയിലിന് ഇതിലെന്താണ് ഞാൻ ഈ ക്ലൈമ്പിംഗ് റോസിൽ ഉദ്ദേശിക്കണമെന്ന് പറയാം. നിങ്ങൾ ഈ കാണുന്ന പ്ലാന്റ്സ് ഒക്കെ നല്ല വലിപ്പമുള്ള പ്ലാന്റ്. നമുക്ക് 150 തൊട്ടുള്ള പ്ലാന്റ് ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് അങ്ങോട്ട് മദർ പ്ലാന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു.
290 മദർ പ്ലാന്റ് ഉണ്ടായിരുന്നു, 420 മദർ പ്ലാന്റ് ഉണ്ടായിരുന്നു. സെയിൽ അനുസരിച്ചിട്ട് CC ഉൾപ്പെടെയുള്ള റേറ്റ് ആണ് കേട്ടോ ഞാൻ പറയുന്നത്. അങ്ങനെയുള്ള മദർ പ്ലാന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാം സ്റ്റോക്ക് ഔട്ടായി. നമുക്ക് ഇനി 2 വലിപ്പമുള്ള പ്ലാന്റ്സ് ആണ് ഇനി അവൈലബിൾ ആയിട്ടുള്ളത്. അതിൽ ഒരു ഏറ്റവും വലിയ നമ്മുടെ ഗാർഡനിൽ പർപ്പിൾ റോസിൽ വന്നിട്ടുള്ള ഏറ്റവും വലിയ പ്ലാന്റ് ദഹി ഇരിക്കുന്ന പ്ലാന്റ് ആണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഈ പ്ലാന്റ് അത്രയും ഭംഗിയുള്ള നല്ല വലിപ്പമുള്ള പൂക്കളൊക്കെ ഉള്ള ഒരു പ്ലാന്റ് ആയിരുന്നു. നമ്മുടെ കയ്യിൽ കിട്ടുന്ന സമയത്ത് ഈ ഒരു സ്റ്റെം ഇത്രയും എന്താ പറയുക, ഇലകളൊന്നും ഇത്രയും മെച്ചുറായിട്ടില്ല. നല്ല തളിര് റെഡ് കളർ തളിരായിരുന്നു. ഇപ്പോൾ അവരൊക്കെ നല്ല ഓക്കെ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്ലവറൊക്കെ മുട്ടൊക്കെ കുഞ്ഞു കുഞ്ഞു മുട്ട, നിങ്ങൾക്ക് ഉദ്ദേശിക്കാൻ റെഡ് കളറുള്ള ഇലകളാർന്ന് ഇവരെങ്കിൽ അതിൽ നിന്ന് ഇങ്ങനെ ചെറുതായിട്ട് കൂമ്പി വരുന്നുണ്ടായിരുന്നുള്ളൂ ഈ മുട്ടൊക്കെ. അവരൊക്കെ അതേ പൊങ്ങി വന്നു, നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട്. ഈ പ്ലാന്റ് ആയിരുന്നു ഏറ്റവും വലുത്. സെയിൽ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഈ പ്ലാന്റ്. ഇത് സ്റ്റോക്ക് ഔട്ടായി. ഈ പ്ലാന്റ് സ്റ്റോക്ക് ഔട്ടായി. ഹൃദയ എന്ന് പറഞ്ഞൊരു മാമാണ് മേടിച്ചത്. നല്ല റേറ്റ് ഉണ്ടായിരുന്നു. ഇത്രയും വലിപ്പമുള്ള പ്ലാന്റ് സ്റ്റോക്ക് ഔട്ടായി. ഇനി അതിൻ്റെ കുറച്ച് സൈസ് കുറഞ്ഞ ഈ കാണുന്ന പ്ലാന്റ് കേട്ടോ. രണ്ടും സെയിം സൈസൊക്കെ തന്നെയാണ്, എന്നാലും കുറച്ചും കൂടി ഒരു പൊടിക്ക് സൈസ് കുറഞ്ഞൊരു പ്ലാന്റ് ആണ് ഇത്. ഇനി ഇതേ നമുക്ക് ഈ സൈസിലുള്ള പ്ലാന്റ് നമുക്ക് സെയിലിനായിട്ടുള്ളൂ. ബാക്കിയെല്ലാം സ്റ്റോക്ക് ഔട്ടായി. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒന്നല്ലെങ്കിൽ നിങ്ങൾ പ്രീ ഓർഡർ ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ ഇനി പ്ലാന്റ് കളക്ട് ചെയ്യാൻ പോയാലാണ് പർപ്പിൾ റോസ് നമുക്ക് കിട്ടത്തുള്ളൂ. എനിക്കിപ്പോൾ പ്ലാന്റ്സ് കളക്ട് ചെയ്യാൻ പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. എന്നാലും കുറച്ച് ദിവസമൊക്കെ എടുക്കും കാരണം നിങ്ങൾക്ക് അറിയാമല്ലോ, ഞാൻ ഹോസ്പിറ്റലിലോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് പ്ലാന്റ് കളക്ട് ചെയ്യാൻ പോകാനോ ഇങ്ങനെ വീഡിയോ ഇടാനോ, ഇപ്പോൾ ഞാൻ എടുത്തു വെച്ചിട്ടുള്ള വീഡിയോസ് ആയതുകൊണ്ട് എനിക്ക് ഇടുന്നതിൽ പ്രശ്നമില്ല. ഞാൻ പുതിയ പ്ലാന്റ്സ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അപ്പോൾ അതിനൊന്നും എനിക്ക് സമയമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ പോകാത്തത്. അപ്പോൾ പർപ്പിൾ റോസ് പ്രീ ബുക്കിംഗ് ചെയ്യണവർക്ക് ഒത്തിരി പേര് പ്രീ ഓർഡർ ചെയ്തു. പ്ലാന്റ് ഇതിന് സൈസ് സ്റ്റോക്ക് ഔട്ട് ആണെന്ന് പറഞ്ഞപ്പോൾ ഇപ്പോൾ ഉള്ള സൈസാണ് ഞാൻ കാണിച്ചത്. ഇത്രയും വലിയ പ്ലാന്റ് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഓർഡർ ചെയ്യാം. ഇനി അടുത്തത് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് പ്രീ ഓർഡർ ഉള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ. പ്രീ ഓർഡർ ബുക്ക് ചെയ്യാനായിട്ട് നിങ്ങളെ പരിചയപ്പെടുത്തുന്ന പ്ലാന്റ് ആണ്. ജുബിലിയ പ്ലാന്റ് ചോദിച്ചിട്ട് ഇഷ്ടം പോലെ കസ്റ്റമേഴ്സ് നമ്മളെ ഷോർട്സ് വീഡിയോ ഒക്കെ കണ്ടിട്ട് വരുന്നുണ്ട്. ഈ ജുബിലിയ പ്ലാന്റ് നമുക്ക് ഒരു സമയത്ത് ഒത്തിരി പ്ലാന്റ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. മദർ പ്ലാന്റ് തന്നെ ഒന്ന് മേടിച്ചവരൊക്കെ ഉണ്ട്. എല്ലാവരും എന്താണ് ഇതിൻ്റെ പുറകെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റോസാണ്. കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൊത്തി വരും, നോക്കി നിൽക്കാൻ തോന്നും. അതാണ് ഈ ജുമിലിയ റോസിൻ്റെ. അല്ലാണ്ട് പ്രത്യേകം ഫ്രാഗ്രൻസ് ഒന്നും ഈ റോസിനില്ല. ഇതിൻ്റെ ആ ഒരു ഭംഗി തന്നെയാണ് ഈ റോസിൻ്റെ ആ പെറ്റൽസിൻ്റെ ഒക്കെ ഒരു അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളൊക്കെയാണ്. നമ്മുടെ ഗാർഡനിൽ വന്ന ജുമിലിയ റോസിൽ ഏറ്റവും വെറൈറ്റി ആയിട്ടുള്ള ഒരു ഇതാണിത്. പിങ്ക് വൈറ്റ് സവോറിൻ ജുമിലിയ റോസ് ആണ് കേട്ടോ ഈ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പ്ലാന്റ് ഇതിപ്പോൾ ഞാൻ കൊടുക്കാൻ വെച്ചിട്ടുള്ളൊരു പ്ലാന്റ് ആണ്. പ്രീ ഓർഡർ ആണ് ഈ ഒരു പ്ലാന്റ്. നിങ്ങൾക്കും ഇതുപോലെ പ്രീ ഓർഡർ ഒക്കെ ചെയ്തിട്ട് പ്ലാന്റ് വാങ്ങാവുന്നതാണ് കേട്ടോ. അപ്പോൾ കുറച്ച് പ്രീ ഓർഡർ എന്ന് പറയുമ്പോൾ അവിടെ കുറച്ച് വെയിറ്റ് ചെയ്യണം. 2 months ആണ് പ്രീ ഓർഡറിൻ്റെ സമയം. ഈ 2 months എന്ന് പറഞ്ഞാൽ റെയർ വെറൈറ്റി ഇത്രയും വലിപ്പമുള്ള പ്ലാന്റ് ഒക്കെ കിട്ടണമെങ്കിൽ നമുക്ക് അത്രയും വെയിറ്റ് ചെയ്യണം. അതിൽ കൂടുതൽ വെയിറ്റ് ചെയ്യുന്നവരുണ്ട്. വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല നല്ല പ്ലാൻസ് ഇതുപോലെയൊക്കെ തന്നെ കിട്ടുന്നതാണ്. ഇനി നിങ്ങൾക്കിപ്പോൾ പ്രീ ബുക്കിംഗ് ചെയ്തിട്ട് പ്ലാൻസ് കിട്ടിയില്ലെങ്കിൽ അത് റീഫണ്ട് ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ. ഇഷ്ടം പോലെ പ്ലാൻസ് നമ്മുടെ ഗാർഡനിൽ നിന്ന് വരുന്നത് പോകുന്നത് പ്രീ ഓർഡർ വഴിയാണ് ഇപ്പോൾ. അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ജുമിലിയ പ്ലാന്റ്സ് ഓർഡർ ചെയ്യാവുന്നതാണ്. നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് കേട്ടോ. ഇതൊക്കെ ഗാർഡനിൽ ഇരിക്കുന്നത് ശരിക്കും നല്ല രസമുള്ള നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ്. ഞാൻ പറഞ്ഞല്ലോ, ഗാർഡനിൽ ഇരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ തന്നെ ഒരു സന്തോഷമാണ്. ഇനി അടുത്തത് ഈ ഒരു റോസാണ് കേട്ടോ. ഇത് നമുക്കിപ്പോൾ ഗാർഡനിൽ കുറേ ആയി കിട്ടുന്നത്. ഇതൊരു DA റോസ് ആണെന്നാണ് എൻ്റെ ഒരു നിഗമനം. കാരണം ഓൾഡ് DA റോസ് ടൈപ്സ് ഒക്കെ ഇങ്ങനെയുള്ള വെറൈറ്റികളാണ്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ഐഡി ഞാൻ കൊടുത്തിട്ട് ഒരിക്കലും സെയിൽ ചെയ്തിട്ടില്ല. പക്ഷെ ഭയങ്കര റെയറായിട്ട് കിട്ടുന്ന ഒരു പ്ലാന്റ് ആണ്. ഈ റോസിൻ്റെ ഈ ഒരു സൈസിലുള്ള ഒരു പ്ലാന്റ് നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങാം. ഇത് ഇതിൻ്റെ ഷെയ്ഡ് എന്ന് പറയുന്നത് ഒരു വയലറ്റ് ഷെയ്ഡൊക്കെ പോലെ ഈ കാണുന്ന നിറത്തിലാണ് വിരിയുമ്പോൾ ഉള്ള സ്റ്റൈലാണ് ഞാൻ നിങ്ങൾക്ക് ആദ്യം കാണിച്ചു തന്നത്. പെറ്റൽസ് കൊഴിയാറായതാണ് കേട്ടോ. ഞാൻ ശരിക്കും ഒന്ന് പിടിച്ചു കഴിഞ്ഞാൽ പെറ്റൽസ് കൊഴിഞ്ഞു പോകും. ഓൾഡ് DA റോസൊക്കെ ഈ ഒരു രീതിയിലുള്ള പ്ലാന്റ്സ് ആണ് കണ്ടോ. നല്ല ഭംഗിയുള്ള റോസാണ് കേട്ടോ ഇത്. അതുപോലെ ഫ്രാഗ്രൻസ് ഉണ്ട്, നല്ല ഫ്രാഗ്രൻസ് ഉള്ളൊരു റോസാണ് ഇത്. ഞാൻ പ്രീ ഓർഡർ അങ്ങനെ എടുക്കാറില്ല. ഇത് നേരത്തെ ഇതുപോലെ നമുക്ക് വന്നപ്പോൾ പ്രീ ഓർഡർ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു വന്നു. ഞാൻ പക്ഷെ എടുത്തിട്ടില്ല. ഇങ്ങനെ ഓരോന്നൊക്കെ വരുമ്പോൾ കൊടുക്കുകയാണ് പതിവ്. ഇത് നമ്മുടെ റെഡ്
നാടൻ റോസിൻ്റെ മദർ പ്ലാന്റ് ആണ്. നല്ല വലിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള ആരോഗ്യമുള്ള പ്ലാന്റ് ആണ് കേട്ടോ. കുറേ കസ്റ്റമേഴ്സ് നമ്മളിങ്ങനെ ഓരോ വെറൈറ്റി ആയിട്ടുള്ള റോസുകളൊക്കെ ഇടുമ്പോൾ നാടൻ റോസ് ഉണ്ടോ മദർ പ്ലാന്റ് എന്ന് ചോദിക്കാറുണ്ട്. ഇത് നാടൻ റോസാണ്. നല്ല റെഡ്, നമുക്ക് ഇതുപോലെ തന്നെ ഒരു റെഡ് ആളിപ്പോൾ സെയിലിനായിട്ടുണ്ട്. അപ്പോൾ അതും ഈ ഒരു പ്ലാന്റ് തമ്മിലുള്ള വ്യത്യാസം ഞാൻ കാണിച്ചു തരാം കേട്ടോ. നല്ല ആരോഗ്യമുള്ള, നിങ്ങൾക്ക് പ്ലാന്റ് കണ്ടാൽ തന്നെ അറിയാം അത്രയും ഫ്രഷായിട്ട് നിൽക്കുന്ന ഒരു പ്ലാന്റാണ്. ഇതിൻ്റെ ഇലകളൊക്കെ കണ്ടോ നിങ്ങൾ, ഒരു കളറ്, ഒരു തത്തപ്പച്ച കളർ ഇലകളാണ്. ഇതാണ് നമ്മൾ ഹേർട്ട് വാണ്ടർ റോസ് ഇപ്പോൾ പുതിയതായിട്ട് സെയിലിട്ടിട്ടുണ്ട്. ഈ ഒരു റോസും നമ്മുടെ ബാക്കിലിരിക്കുന്ന റോസും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഞാനത് കാണിച്ചു തരുന്നത് റെഡ് റോസൊക്കെ കാണിക്കുമ്പോൾ ഇതെല്ലാം സെയിം ആണെന്ന് ചിന്തിക്കുന്നവരുണ്ട്. ഇത് ഹേർട്ട് വാണ്ടർ എന്ന് പറഞ്ഞൊരു റോസാണ്. ഇതിൻ്റെ ലീഫാണെങ്കിലും പുറകിലിരിക്കുന്ന നാടൻ റോസ് ആണെങ്കിലും നല്ല വ്യത്യാസമുണ്ട്. പെറ്റൽസ് അറേഞ്ച്മെൻറ്റിൻ്റെ നോക്കുക, മറ്റേതൊരു തരി നാടൻ റോസാണ്. ഇവരുടെ പെറ്റൽ അറേഞ്ച്മെന്റ് ഒക്കെ നല്ല അടുക്കടുക്കായിട്ട് ആ ഒരു പെറ്റൽസിന്റെ ഒരു ഷേപ്പിൽ തന്നെയാണ് അതിന് ഹേർട്ട് എന്നുള്ളൊരു പോർഷനാണ് ഹേർട്ട് വാണ്ടർ റോസ് എന്ന് പേര് വന്നിട്ടുള്ളത് കേട്ടോ. ചിലതൊക്കെ കറക്റ്റ് ഒരു ഹാർട്ട് ഷേപ്പിലൊക്കെ ചില റോസുകൾ വരുന്നുണ്ട് അതിൽ, അതാണ് അങ്ങനെ ഒരു നെയിം വന്നിട്ടുള്ളത്. അപ്പോൾ ആ നാടൻ റോസ് വേണ്ടവർക്ക് അത് ഓർഡർ ചെയ്യാം, ഹേർട്ട് വാണ്ടർ റോസ് വേണ്ടവർക്ക് അത് ഓർഡർ ചെയ്യാം. ഇത് അടുത്തത് ലാവൻഡർ ഡ്രീം എന്ന് പറയുന്ന ചെറിയ ചെറിയ ലാവൻഡർ കളറിൽ ചെറിയ ചെറിയ പൂക്കൾ ഉണ്ടാകുന്ന റോസാണ്. ആകെ 4 പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. നല്ല ഭംഗിയുള്ള റോസാണ് കേട്ടോ. എനിക്കത് വിരിയുമ്പോൾ തന്നെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കുറച്ച് വിരിഞ്ഞ് കഴിഞ്ഞിട്ടാണ് കിട്ടിയത്. ഇങ്ങനെ കുലകുത്തി പൂക്കൾ ഉണ്ടാകുന്നതാണ്. ഇത് ക്ലൈമ്പിംഗ് റോസ് ഒന്നുമല്ല, ഷ്രബ് റോസാണ്. നല്ല ഇങ്ങനെ തന്നെ കട്ട് ചെയ്ത് നിർത്തുന്ന ഒരു റോസാണ്. ഇനി അടുത്തതാണ് നമ്മുടെ ഗാർഡനിൽ ഭയങ്കര റെയറായിട്ട് കിട്ടുന്ന പ്രിൻസസ് ഡി മൊണോക്കോ റോസാണ്. ഈ പ്രിൻസസ് ഡി മൊണോക്കോ റോസിനെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, ഇവരെ പറ്റി മാത്രമുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ച് അറിയണമെങ്കിൽ നല്ല കൗതുകകരമായ കാര്യങ്ങളൊക്കെയാണ് ഇവർക്കുള്ളത്. അതൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾ ചാനലിൻ്റെ താഴത്തോട്ടൊന്ന് നോക്കിയാൽ മതി. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടാൻ നോക്കിയിട്ട് അത് കറക്റ്റായിട്ട് വരുന്നില്ല. ലിങ്ക് ഞാൻ ആഡ് ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങൾ ടച്ച് ചെയ്യുമ്പോൾ പോകുന്ന ഡയറക്റ്റ് ആ വീഡിയോട്ട് പോകുന്ന രീതിയിലോട്ട് അത് വരുന്നില്ല, എന്ത് എററാണ് കാണിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ ലിങ്ക് ആഡ് ചെയ്തേനെ കേട്ടോ. ഇതിപ്പോൾ പ്രിൻസസ് ഡി മൊണാക്കോ റോസിൻ്റെ നമുക്ക് നല്ലൊരു പ്ലാന്റ് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓർഡർ ചെയ്യാം. അത്യാവശ്യം റേറ്റ് ഉണ്ട് കേട്ടോ ഈ റോസിനൊക്കെ. വെറൈറ്റി റോസാണ്. പിന്നെ ചെറിയ പ്ലാന്റിനൊക്കെ ആണെങ്കിൽ കുറച്ച് നിങ്ങൾ എപ്പോഴും വാങ്ങുന്ന റേറ്റിലൊക്കെ അതിൽ കുറച്ച് കൂടുതലായിട്ട് കിട്ടും. പക്ഷേ ഇതൊക്കെ മദർ പ്ലാന്റ് ആയിട്ടാണ് വരുന്നത്, അതാണ് റേറ്റ് ഉള്ളത്. ഒരു പ്ലാന്റ് ഉള്ളൂ. ഈ ഒരു പ്ലാന്റ് ഞാൻ എപ്പോൾ കാണിച്ചാലും ഇതുപോലെ തന്നെ പ്രീ ഓർഡർ ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. എനിക്ക് ടെൻഷനാണ് പ്രീ ഓർഡർ എടുക്കാനായിട്ട്. കാരണം ഇതങ്ങനെ വരുമോയെന്ന് അറിയില്ലെങ്കിലും ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഓരോ പ്ലാന്റൊക്കെ ആയിട്ട് കിട്ടുന്നുണ്ട്. ഞാനങ്ങനെ അത് പ്രത്യേകം വീഡിയോയിലായിട്ട് ഇടാറില്ല. എൻ്റെ അടുത്ത് ചോദിച്ചേക്കുന്നവർക്ക് മാത്രം അയക്കാറാണ് പതിവ്. അപ്പോൾ ഈ പ്രാവശ്യം എനിക്കങ്ങനെ നമുക്ക് അതല്ലെങ്കിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് പൂക്കളൊക്കെ വിരിയുന്ന 1-2 പ്ലാന്റൊക്കെ ഉള്ളത് അക്വാ പെറ്റൽസിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിലാണ് പോസ്റ്റ് ചെയ്യാറ്. ഇപ്പോൾ അതൊന്നും ഇടാനായിട്ട് ടൈമില്ലാത്തതുകൊണ്ട് ഞാൻ ഡയറക്റ്റ് വീഡിയോ ചെയ്യണം. വീഡിയോ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങളും കൂടി വീഡിയോയിൽ ഉൾപ്പെടുത്താം, പറയാൻ പറ്റും. പക്ഷേ ഗ്രൂപ്പിലൊക്കെ ഇടുവാണെങ്കിൽ എനിക്ക് അത്രയും കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റില്ല. ഇതാകുമ്പോൾ പബ്ലിക്കായിട്ട് കുറച്ച് കാര്യങ്ങളും കൂടി നിങ്ങൾക്ക് അറിയാനുള്ള അപ്ഡേറ്റ്സും കൂടി ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ റോസൊക്കെ ഞാൻ വീഡിയോ ആയിട്ട് ചെയ്തത്. ഇല്ലെങ്കിൽ ഇത് ഈ 1-2-3 റോസൊക്കെ പുതിയതായിട്ട് വിരിഞ്ഞ് കിട്ടുന്നത് ഗ്രൂപ്പിലോട്ടാണ് അപ്ലോഡ് ചെയ്യാറ്. ഗ്രൂപ്പിലുള്ളവർക്ക് അറിയാം, ഗ്രൂപ്പിലാണ് ഞാൻ പോസ്റ്റ് ഇടാറ്. അപ്പോൾ ഈ ഒരു റോസൊക്കെ വേണ്ടവർക്ക് ഓർഡർ ചെയ്യാം. പിന്നെ ചെറിയ പ്ലാന്റ്സ് കാത്തിരിക്കുന്നവരോട് എപ്പോഴും പറയുന്ന പോലെ ഞാൻ പ്ലാന്റ്സ് കളക്ട് ചെയ്യാൻ പോയിട്ടില്ല. കഴിഞ്ഞ ലോഡിൽ കൊണ്ടുവന്ന് വെച്ച പ്ലാന്റ്സൊക്കെയാണ് ഞാൻ മുട്ട് വിരിഞ്ഞതും പുതിയതൊക്കെ ആയിട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. മൊട്ടായിട്ടൊക്കെ എടുത്തുകൊണ്ട് വന്നവരുണ്ട്, അവരൊക്കെ ഇപ്പോൾ വിരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. അതൊക്കെയാണ് ഞാൻ ഈ ഇട്ടുകൊണ്ടിരിക്കുന്നത്. പുതിയ പ്ലാന്റ്സ് കളക്ട് ചെയ്യാൻ പോയിട്ടില്ല. എന്തായാലും കുറച്ച് ദിവസം എടുക്കും. എന്തായാലും ചെറിയ പ്ലാന്റ്സൊക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. പിന്നെ കാറ്റലോഗ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. റോസ് അല്ലാണ്ട് ഒത്തിരി പ്ലാന്റ്സൊക്കെ ഉണ്ട്, ആന്തൂറിയം പ്ലാന്റ്സൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ആന്തൂറിയം പ്ലാന്റ്സിന് സിംഗിൾ ഷൂട്ട് നമ്മൾ 180-ക്കും ബുഷി പ്ലാന്റ് 350-ക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ കുറച്ച് കസ്റ്റമേഴ്സ് വന്നിട്ട് വേറെ ഗാർഡനിലും 150 രൂപയ്ക്കാണ് കൊടുക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറയട്ടെ, ഒരു ഗാർഡനിലും കൊടുക്കാതെ 100 രൂപയ്ക്ക് സിംഗിൾ ഷൂട്ട് കൊടുത്ത ഒരാളാണ് ഞാൻ. നമുക്ക് പ്ലാന്റ്സ് കൊടുക്കാൻ അങ്ങനെ ആ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ നമുക്ക് ആ ഒരു ഇതിൽ കൊടുക്കുന്നതിൽ പ്രശ്നമില്ല. പക്ഷെ ഇപ്പോൾ ഞാൻ കൊടുക്കുന്ന പ്ലാന്റ്സ് 180-ക്കാണ്. അപ്പോൾ മറ്റു ഗാർഡനിൽ കൊടുക്കുന്ന ഇതായിട്ട് നിങ്ങൾ അങ്ങനെ കമ്പയർ ചെയ്യരുത്. ഞാൻ പറഞ്ഞല്ലോ 100-നൊക്കെ ആന്തൂറിയം പ്ലാന്റ്സ് കൊടുക്കാമെന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് പ്ലാന്റ്സ് ഞാൻ കൊടുത്തു എന്നറിയോ. അപ്പോൾ പറ്റുന്ന രീതിയിലൊക്കെ പ്ലാന്റ്സ് നല്ല രീതിയിൽ റേറ്റൊക്കെ കുറച്ച് കൊടുക്കുന്ന ആളാണ്. റേറ്റ് ഉള്ള പ്ലാന്റ്സിന് അതിൻ്റേതായ ഇതും അതിനുണ്ടാകും. അപ്പോൾ പ്ലാന്റ്സ് വേണ്ടവർക്ക് ഡിസ്ക്രിപ്ഷൻ കയറി നമ്മുടെ വാട്സപ്പ് ലിങ്ക് എടുത്തിട്ട് വാട്സപ്പിലുള്ള പ്ലാന്റ്സൊക്കെ ആവശ്യമുണ്ടെങ്കിൽ
ആവശ്യമുണ്ടെങ്കിൽ ഓർഡർ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പ്രീ ഓർഡറൊക്കെ ചെയ്യാം ഈ റോസുകൾ. പിന്നെ കൃത്യമായിട്ട് അപ്ഡേറ്റ്സ് നോക്കുക. കോൾസ് വഴിയല്ല, മെസ്സേജ് വഴിയാണ്. 20 ഡേയ്സിനുള്ളിലാണ് പ്ലാൻസ് വരുന്നത്. ഇനി 20 ഡേയ്സിനുള്ളിൽ പ്ലാൻസ് കിട്ടാത്തവർക്ക് വർക്കിംഗ് ഡേയ്സ് ആണ് കേട്ടോ. മൺഡേ ടു തേഴ്സ്ഡേ ആണ് വർക്കിംഗ് ഡേയ്സ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അല്ലാണ്ട് നിങ്ങൾ ഓർഡർ ചെയ്യുന്നത് ഒരു ശനിയാഴ്ച ആണെങ്കിൽ അന്ന് തൊട്ടല്ല വർക്കിംഗ് ഡേയ്സ് കാൽക്കുലേറ്റ് ചെയ്യണം. അതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. 1 മാസം മുന്നേ ചെയ്ത് വെച്ചതാണ്. അതെന്തായാലും അപ്ലോഡ് ചെയ്യണം. കാരണം ഈ വർക്കിംഗ് ഡേയ്സ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ പലർക്കും ഡൗട്ട് ഉണ്ട്. അപ്പോൾ അത് ഞാൻ എന്തായാലും പോസ്റ്റ് ചെയ്യാം വീഡിയോ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ എന്താ പറയുക, എല്ലാവരും പ്രാർത്ഥിക്കുക. എൻ്റെ വീട്ടിലേക്ക് എൻ്റെ അവസ്ഥയൊക്കെ അറിയാവുന്നവരുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഞാൻ ഇതിൽ നിന്നൊന്ന് സർവൈവ് ചെയ്ത് വരാൻ ഇഷ്ടപ്പെടുന്ന ആളുകൾ പ്രാർത്ഥിക്കുക. അപ്പോൾ ശരി, വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.